ഇറാനെ പ്രേരിപ്പിക്കാൻ സമാധാന ചർച്ചകൾക്ക് വേണ്ടി ശ്രമിച്ചു. ഇറാൻ വഴങ്ങിയില്ല. അതുകൊണ്ട് ഇതാ തങ്ങൾ വീണ്ടും ആക്രമിക്കുന്നു എന്ന് ലോകത്തിന് മുന്നിൽ പറഞ്ഞു നിൽക്കാനാവാം. ഇറാനും അതേപോലെ തന്നെ തന്ത്രങ്ങൾ മെനയുന്നുണ്ട് ഈ സമയം ഉപയോഗിച്ചുകൊണ്ട്. അതുകൊണ്ട് യുദ്ധം ഇപ്പോൾ നടക്കുന്നില്ല എങ്കിൽ പോലും യുദ്ധ ഒരുക്കങ്ങളുടെ അല്ലെങ്കിൽ പുനരൊരുക്കങ്ങളുടെ വീണ്ടും ഒരുക്കങ്ങളുടെ ഒരു കാലഘട്ടമായി ഈ സമയത്തെ നമുക്ക് വിവക്ഷിക്കാവുന്നതുമാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ഇറാൻ ഒരിക്കലും താല്പര്യം കാട്ടിയിരുന്നില്ല. പക്ഷേ ബുധനാഴ്ച ചർച്ച നടക്കും, വെള്ളിയാഴ്ച ചർച്ച നടക്കും എന്നൊക്കെ പറഞ്ഞത് ട്രംപാണ്. ഇപ്പോൾ ഇസ്ലാമാബാദിലേക്ക് പോകാനിരുന്ന ജാരഡ് കുഷ്ണറോടും സ്റ്റീവ് വിറ്റ്കോഫിനോടും പോകേണ്ട എന്ന് പറഞ്ഞതായി ട്രംപ് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഇറാൻ മന്ത്രി അബ്ബാസ് അരാക്ചി പാകിസ്ഥാനിൽ വന്ന് പോകുകയും ചെയ്തു. ഭീഷണിയും ചർച്ചയും ഒരുമിച്ച് പോകില്ല എന്ന് ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണല്ലോ. ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ പറഞ്ഞിട്ടും ട്രംപ് ആയിരുന്നല്ലോ ചർച്ച നടക്കുമെന്ന് പറഞ്ഞത്. ഇറാന്റെ നിലപാടിന് മുന്നിൽ ശരിക്കും ട്രംപ് ഇളഭ്യനായോ? ചർച്ച ആരുടെ ആവശ്യം? അതാണല്ലോ ചോദ്യം. അമേരിക്ക നിരന്തരം മാറ്റിയും മറിച്ചും പറയുന്നു. പാകിസ്ഥാൻ എന്താണ് തയ്യാറാവുന്നത്? ഇറാൻ എന്തിനെല്ലാം തയ്യാറാണ്? ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഓഫറുകൾ എന്തെല്ലാമാണ്? ഇറാൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇറാൻ എന്താവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇതൊന്നും പറയുന്നത് ഇറാൻ അല്ല, പാകിസ്ഥാനല്ല. ഇതെല്ലാം പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ്. അപ്പോൾ ചർച്ച ഉണ്ട് എന്ന് പറയുന്നതും, ചർച്ചയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതും, ചർച്ചയ്ക്ക് ഇറാൻ സന്നദ്ധമായി എന്ന് പറയുന്നതും, ചർച്ച കൊണ്ടൊരു പ്രയോജനമില്ല എന്ന് പറയുന്നതും, ചർച്ചയിലൂടെ മാത്രമേ പരിഹരിക്കാനാവൂ എന്ന് പറയുന്നതും യാതൊരു ബന്ധമില്ലാത്ത പരസ്പര വിരുദ്ധങ്ങളായ കാര്യങ്ങൾ നിരന്തരം പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ്. പലരും ഭംഗിവാക്കായിട്ട് പറയും, ഡൊണാൾഡ് ട്രംപ് പറയുന്ന വാക്കുകൾ വെച്ച് വിശകലനം ചെയ്താൽ അത് പ്രേക്ഷകരിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ട്രംപ് വാക്ക് മാറ്റും. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രംപിൻ്റെ വാചകങ്ങളെ വിശകലനം ചെയ്യുന്നത്? ഇപ്പോൾ ഇതാ നോക്കൂ, രണ്ടാം റൗണ്ട് ചർച്ച ഇസ്ലാമാബാദിൽ നടക്കുമോ ഇല്ലയോ? അതൊരു കോയിൻ ടോസ് ചെയ്താലുള്ള അനുഭവം മാത്രമേ ഉള്ളൂ. നടക്കാം, നടക്കാതിരിക്കാം. അതിനുള്ള മുന്നൊരുക്കമെന്ന നിലയിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ചില ഒബ്ജക്റ്റീവ് പരിഗണനകളുടെ അടിസ്ഥാനത്തിലാണ്. ഇറാൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചി. പ്രസിഡന്റ് അല്ല, മസൂദ് പസഷ്കിയാൻ ഒരു ചർച്ചയ്ക്കും പോയതായി അറിവില്ല. പാർലമെന്റ് സ്പീക്കറും ഗലിബാഫും ഇപ്പോൾ വിദേശകാര്യമന്ത്രി കുറച്ചു കാലമായിട്ട് അബ്ബാസ് അരാക്ചിയും നിരന്തരം രാജ്യ തലസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നു. അങ്ങനെ ഇസ്ലാമാബാദ് സന്ദർശിക്കുകയാണ് വിദേശകാര്യമന്ത്രി, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി. അപ്പോൾ ചർച്ചയ്ക്ക് വഴി ഒരുക്കാനാണ് ആ സംസാരം എന്ന ഒരു നിഗമനത്തിലെത്തുക സ്വാഭാവികം. അദ്ദേഹം ഏതാനും നിർദ്ദേശങ്ങൾ അടങ്ങിയ ഇറാൻ്റെ ചില താല്പര്യങ്ങൾ, ഇറാൻ്റെ ചില ആവശ്യങ്ങൾ, അമേരിക്ക ആഗ്രഹിച്ച ചില കാര്യങ്ങളിലുള്ള വിട്ടുവീഴ്ചാപരമായ തീരുമാനങ്ങൾ എന്നൊക്കെ വ്യാഖ്യാനിക്കാവുന്ന ചില കുറിപ്പടികൾ പാകിസ്ഥാൻ്റെ നേതൃത്വത്തിന് നൽകുന്നു. എന്നിട്ട് വേറൊരു വഴി പോകുന്നു. ഇത് വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടി അബ്ബാസ് അരാക്ചി അവിടെ നിൽക്കുന്നില്ല, ഗലിബാഫ് അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ആരുമായിട്ടാണ് അമേരിക്ക ചർച്ച നടത്തേണ്ടത്? അപ്പോൾ പെട്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്, തൻ്റെ ദൂതനായ സ്റ്റീവ് വിറ്റ്കോഫും തൻ്റെ മരുമകനായ ജാരഡ് കുഷ്ണറും ഇറാനിലേക്ക് പോകുന്നില്ല. അവർ പോകാൻ തയ്യാറായിരുന്നതാണ്. അപ്പം ഇറാൻ പറയുന്നത് ഇങ്ങനെയാണ്, അമേരിക്കയുമായി നേരിട്ട് ചർച്ചയ്ക്ക് താല്പര്യമില്ല. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പാകിസ്ഥാനോട് പറയും. സൗകര്യമുണ്ടെങ്കിൽ അമേരിക്കയോട് പറയൂ. അമേരിക്കയ്ക്ക് സൗകര്യമുണ്ടെങ്കിൽ അത് അംഗീകരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ചർച്ചയെക്കുറിച്ച് തീരുമാനിക്കാം. അതും നേരിട്ടുള്ള ചർച്ചയല്ല. ഒരു പോസ്റ്റ്മാൻ്റെ റോളാണ് പാകിസ്ഥാൻ ഇപ്പോൾ വഹിക്കുന്നത്. അമേരിക്ക എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇറാനോട് എന്നത്, എന്തെല്ലാം കാര്യങ്ങളിലാണ് അമേരിക്ക ഇറാനിൽ നിന്നും സുരക്ഷാ ഉറപ്പുകൾ വാങ്ങുന്നത് എന്ന കാര്യങ്ങൾ പാകിസ്ഥാനോട് അമേരിക്ക പറയുന്നു. ഇറാൻ എന്തെല്ലാം ഉറപ്പുകളാണ് അമേരിക്കയിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്നത് ഇറാൻ്റെ നേതൃത്വം അല്ലെങ്കിൽ ദൂതന്മാർ പാകിസ്ഥാൻ്റെ മധ്യസ്ഥന്മാരോട് പറയുന്നു. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകൾ കൈമാറുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പോസ്റ്റ്മാൻ എന്താണോ ചെയ്യുന്നത് അതിൽ കൂടുതൽ ഒന്നും തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ചർച്ചകൾ വെറും പ്രഹസനമല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ആത്മാർത്ഥമായി ചർച്ച നടന്നു എന്നൊരു പ്രതീതിയാണ് പൊതുവെ ലോകത്തിനുണ്ടായത്. പക്ഷേ പതിവഴിയിൽ 24 മണിക്കൂർ പോലും കഴിയുന്നതിന് മുമ്പ് ഇസ്ലാമാബാദ് റൗണ്ട് ഓഫ് ടോക്സ് അലസി പിരിയുന്നതാണ് കണ്ടത്. നമ്മൾ അന്ന് ഊഹിച്ചത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അന്ന് ചർച്ചയിലുണ്ടായിരുന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി ടെലിഫോണിൽ സംസാരിക്കുന്നു. അതിനുശേഷം പെട്ടെന്ന് അതുവരെ സുഗമമായി മുന്നേറിയിരുന്ന ചർച്ച പെട്ടെന്ന് കലങ്ങി മറിയുന്നു. എന്നിട്ട് വാൻസും സംഘവും
തിരിച്ചു പോകുന്നു. അതിനുശേഷം തിരിച്ചെത്താൻ അമേരിക്കയാണ് തയ്യാറായത്. പല പ്രാവശ്യം ട്രംപ് പറഞ്ഞല്ലോ അമേരിക്ക വില്ലിംഗ് ടു ടോക്ക്. അപ്പം അമേരിക്കയാണ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. ഇറാൻ പറയുന്നു ഈ സംസാരത്തിനകത്തൊക്കെ ഒരു ഫ്യൂട്ടിലിറ്റി ഉണ്ട്, നിരർത്ഥകതയുണ്ട്, തങ്ങൾ വിശ്വസിക്കുന്നില്ല. മുൻകാല അനുഭവം അതാണ്. രണ്ടനുഭവങ്ങളുണ്ടല്ലോ. ഒരു സീരീസ് ഓഫ് ഡിസ്കഷൻ ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ ഉണ്ടായിരുന്നു 2025. അത് ജനുവരി മുതൽ ജൂൺ വരെ നീണ്ട ദീർഘമായ 5 റൗണ്ട് ചർച്ചകൾ നടന്നതാണ്. അപ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, സുഗമമായി ആണവ ചർച്ചകൾ മുന്നോട്ട് പോയ സമയത്താണ് ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇറാന്റെ ആണവ നിലയങ്ങൾ അമേരിക്ക ജൂൺ 2025 ആക്രമിക്കുന്നത്. അതോടെ ആ റൗണ്ട് ചർച്ചകൾ അവിടെ പൊളിഞ്ഞു. പിന്നീട് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആണവ ചർച്ചകൾ എന്ന രൂപത്തിൽ, ആണവ ചർച്ചകൾ മാത്രമല്ല സമഗ്രമായ ചർച്ചകൾ ആദ്യം ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ തുടങ്ങി വയ്ക്കുകയും പിന്നീട് സ്വിറ്റ്സർലൻഡിലെ മഹാനഗരം, എല്ലാ സമാധാന ചർച്ചകളുടെയും തലസ്ഥാനം എന്ന് പറയാവുന്ന ജനീവയിലേക്ക് ഇത് മാറ്റുകയും അവിടെ 2 റൗണ്ട് ചർച്ച നടന്നു. അങ്ങനെ ആകെ 3 റൗണ്ട് ചർച്ച നടന്നു. 4ാം റൗണ്ട് ചർച്ച വിയന്നയിൽ വെച്ച് നടക്കുന്നു, ഓസ്ട്രിയയിൽ. അപ്പോഴാണ് ട്രംപിനൊരു ഉൾവിളി തോന്നിയത്, പെട്ടെന്ന് ആക്രമിച്ചു കളയാം, ആയത്തുള്ള അലി ഖുമൈനിയും സംഘത്തെയും വധിക്കുകയും പിന്നീട് 41 ദിവസം നിരന്തരമായി ഇറാനെ ആക്രമിക്കുകയും ചെയ്തത് ചർച്ചകളുടെ മധ്യേ നിന്നുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ചർച്ചകൾക്ക് എന്തു വിശ്വാസ്യത, പറയുന്ന വാക്കിന് എന്ത് വിശ്വാസ്യത? അതുകൊണ്ട് അമേരിക്കയെ ഒരു കഴഞ്ചിന് വിശ്വസിക്കാൻ ഇപ്പോൾ ഇറാൻ തയ്യാറാവുന്നില്ല എന്നതാണ് വാസ്തവം. അങ്ങനെയെങ്കിൽ ഇറാൻ ഇപ്പോൾ പറയുന്നു തങ്ങൾക്ക് വേണ്ടത് പരിഹാരങ്ങളാണ്, ഉപരോധത്തിൽ നിന്നുള്ള മോചനം, തങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കണം, ഹോർമൂസ് കടലെടുക്ക് തങ്ങളുടെ സ്വാധീന മേഖലയായി മാറ്റണം. അതൊക്കെ ലേറ്റ് ഡിമാൻഡ്സ് ആണ് കേട്ടോ. നേരത്തെ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അങ്ങനെ ആയിരുന്നില്ല അതിൻ്റെ ഒരു രീതിശാസ്ത്രം. പിന്നീട് തങ്ങൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാം, ആണവ വിഷയത്തിൽ ഉൾപ്പെടെ. തങ്ങൾ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നില്ല, അത് വേണമെങ്കിൽ എഴുതി തരാം, പക്ഷേ തങ്ങൾക്ക് വൈദ്യുതി ഉപയോഗത്തിന് ആണവ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണം. അപ്പോൾ അമേരിക്കയും പറയുന്നുണ്ട്, അനൗപചാരികമായി പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ ഈ ബറാക്ക് ഒബാമയുടെ കാലത്തുണ്ടായിരുന്ന കരാർ, 2015 എത്തിച്ചേർന്ന കരാർ. പക്ഷേ അത് ഏകപക്ഷീയമായി ട്രംപ് പിന്മാറി 2018 അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം. പക്ഷേ അതിന് കാരണമായി പറയുന്നത് ഇറാൻ വാക്ക് പാലിച്ചില്ല, IAEA ഇൻസ്പെക്ഷൻ അനുവദിച്ചില്ല, 3.6% സമ്പുഷ്ടീകരണം അനുവദനീയമായിരുന്നത് കരാർ ലംഘിച്ചുകൊണ്ട് 60% സമ്പുഷ്ടീകരണത്തിലായി നീങ്ങി. യുറേനിയം സമ്പുഷ്ടീകരണത്തിലെ ഒരു വലിയ തോതിലേക്ക് നീങ്ങി. ആണവായുധം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ അത് ഒരു ന്യായാന്യായങ്ങൾ മറ്റൊരു ഡയമെൻഷനാണ്. അതായത് ഇറാനിനുള്ള അർഹതയുണ്ടോ, സ്വയം പ്രതിരോധിക്കാനായി ന്യൂക്ലിയർ ഡിറ്ററൻറ്റ് എന്ന രൂപത്തിൽ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശമുണ്ടോ, ഒരു പരമാധികാര രാജ്യത്തിന് അതില്ലേ, അതിന് അമേരിക്കയുടെ തീട്ടൂരം ആവശ്യമുണ്ടോ, അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങേണ്ടതുണ്ടോ, ഒരു കരാറിലൂടെ അതിനുള്ള അവകാശം നഷ്ടപ്പെടുമോ? ഇതൊക്കെ മറ്റൊരു ഡയമെൻഷൻ. അത് നമ്മളിപ്പോൾ പല പ്രാവശ്യം പല സ്ഥലങ്ങളിൽ പരിശോധിച്ചതാണ്, അതുകൊണ്ട് അത് പരിശോധിക്കുന്നില്ല. ചുരുക്കത്തിൽ ചർച്ചകളുടെ നിരർത്ഥകത ചൂണ്ടിക്കാട്ടി ഇറാൻ മടിച്ചു നിൽക്കുന്നു. നാളെ ചർച്ച നടക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നടക്കാം. ഒരുപക്ഷെ നാടകീയമായി പെട്ടെന്ന് മനംമാറ്റമുണ്ടായി ചർച്ചയിലേക്ക് വരാം. പക്ഷെ ഇപ്പോൾ 2 കൂട്ടരും സമയം വാങ്ങി എടുക്കുന്ന തിരക്കിലാണ്. അമേരിക്കയാണ് കൂടുതൽ ചർച്ചയ്ക്കായി വില്ലിംഗ് ആകുന്നത്. ഒരുപക്ഷെ ഇതൊരു കാമഫ്ലാഷ് ആയിരിക്കാം, ലോകത്തോട് ബോധിപ്പിക്കാനായിരിക്കാം. തങ്ങൾ പരമാവധി സമാധാനം, അല്ലേ, ഇറാനുമായി സമാധാനമായി പോകാൻ ഇറാനെ പ്രേരിപ്പിക്കാൻ സമാധാന ചർച്ചകൾക്ക് വേണ്ടി ശ്രമിച്ചു. ഇറാൻ വഴങ്ങിയില്ല. അതുകൊണ്ട് ഇതാ തങ്ങൾ വീണ്ടും ആക്രമിക്കുന്നു എന്ന് ലോകത്തിന് മുന്നിൽ പറഞ്ഞു നിൽക്കാനാവാം. അതുമല്ല എങ്കിൽ അമേരിക്കൻ ആയുധങ്ങൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് രാഗി മൂർച്ച വരുത്തിയെടുക്കാനും റീപ്ലെനിഷ് ചെയ്യാനും സായുധ വിന്യാസം കുറച്ചുകൂടി സമഗ്രമാക്കാനും ഒക്കെയുള്ള തന്ത്രമായിരിക്കാം. ഇറാനും അതേപോലെ തന്നെ തന്ത്രങ്ങൾ മെനയുന്നുണ്ട് ഈ സമയം ഉപയോഗിച്ചുകൊണ്ട്. അതുകൊണ്ട് യുദ്ധം ഇപ്പോൾ നടക്കുന്നില്ല എങ്കിൽ പോലും യുദ്ധ ഒരുക്കങ്ങളുടെ അല്ലെങ്കിൽ പുനരൊരുക്കങ്ങളുടെ, വീണ്ടും ഒരുക്കങ്ങളുടെ ഒരു കാലഘട്ടമായി ഈ സമയത്തെ നമുക്ക് വിവക്ഷിക്കാവുന്നതുമാണ്. ഇതിനിടയിൽ തന്നെ വീണ്ടും സമാധാന ചർച്ചകൾക്ക് ഇനിയും സാധ്യതയുണ്ട് എന്ന തരത്തിൽ ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാന് ശേഷം ഒമാൻ സന്ദർശിക്കുന്ന ഇറാൻ മന്ത്രി അബ്ബാസ് അറാക്ചി അടുത്തതായി പോകേണ്ടത് റഷ്യയിലേക്കാണ്. പക്ഷേ പാകിസ്ഥാനിലേക്ക് വീണ്ടും വരികയാണ് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആവശ്യങ്ങളും നിലപാടും പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറാക്ചി പറഞ്ഞത്. അമേരിക്കയിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടായതുകൊണ്ടാകുമോ അറാക്ചി വീണ്ടും പാകിസ്ഥാനിലേക്ക് വരുന്നത്? 18 മണിക്കൂർ യാത്ര ചെയ്ത് പാകിസ്ഥാനിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നും ഇറാന് ആവശ്യമുണ്ട് എങ്കിൽ അവർ വിളിക്കട്ടെ, അപ്പോൾ അമേരിക്കൻ സംഘം പോകുമെന്നാണ് ട്രംപ് മുൻപ് പറഞ്ഞിരുന്നത്. അറാക്ചി എത്തുന്നത് കൊണ്ട് അമേരിക്കൻ സംഘം എത്തുമെന്ന് കരുതാമോ? അറാക്ചി എത്തിയാൽ എത്തിയെന്ന് പറയാം.
എത്തിയതുകൊണ്ട് മാത്രം ചർച്ച നടക്കും എന്ന് കരുതാനും ആവില്ല. ഇപ്പോൾ നിലവിൽ ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തുന്ന സമയം വരെ അബ്ബാസ് അറാഖ്ചി ഇസ്ലാമാബാദിൽ നിന്നും ഒമാനിലേക്കും അവിടെ നിന്നും റഷ്യയിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഇറാനിൽ എത്തിയതിനു ശേഷം വേണം പാകിസ്ഥാനിൽ എത്താൻ. അത് ചർച്ച നടത്താനാണോ എന്നറിയില്ല. അടുത്ത റൗണ്ട് സൗഹൃദ സന്ദർശനമാണോ, പാകിസ്ഥാനുമായി മാത്രം ചില കാര്യങ്ങൾ സന്ദേശങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയാണോ എന്നറിയില്ല. ഏതായാലും 60കളിലുണ്ടായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് അയച്ച ദൂതൻ ഹെൻറി കിസിഞ്ചർ നടത്തിയ നിരന്തരം ചൈനയിലേക്കും പാകിസ്ഥാനിലേക്കും തിരിച്ച് വാഷിങ്ടണിലേക്കും ഒക്കെ നടത്തിയ ഒരു ഡിപ്ലോമസി ഉണ്ട്. ഷട്ടിൽ ഡിപ്ലോമസി എന്ന് പറയും. അതായത് ഷട്ടിൽ നയതന്ത്രം. ഇസ്ലാമാബാദ്, വാഷിങ്ടൺ, ബെയ്ജിംഗ് ആക്സസ് രൂപപ്പെട്ടു വരികയാണ്. റഷ്യയുമായി ചൈന ലേശം തെറ്റി നിൽക്കുന്ന സമയം. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ആരാണ് കേമൻ എന്ന തർക്കം പല രീതിയിൽ പ്രത്യയശാസ്ത്രപരമായും അതിർത്തി തർക്കത്തിൻ്റെ രൂപത്തിലും ഒക്കെ തന്നെ ചൈന റഷ്യ മൂപ്പിളമ തർക്കങ്ങൾ നിലവിൽ സമയത്ത് പാകിസ്ഥാൻ്റെ ഇടപെടലോടുകൂടി അമേരിക്കയും പാകിസ്ഥാനും നല്ല ചങ്ങാത്തത്തിൽ ആയിരുന്നല്ലോ. അതുകൊണ്ട് അമേരിക്കയ്ക്ക് വേണ്ടി ചൈനയോട് ബന്ധമുണ്ടായിരുന്ന പാകിസ്ഥാൻ അമേരിക്കയും ചൈനയും തമ്മിൽ സംസാരിക്കാനുള്ള ഒരു വഴി ഒരുക്കിയ ഒരു ചരിത്രം കൂടിയുണ്ട്. അപ്പോഴും പാകിസ്ഥാൻ ദുർബല രാജ്യമാണ്, അസ്ഥിര രാജ്യമാണ്. എങ്കിലും നയതന്ത്ര നീക്കങ്ങൾക്ക് പാകിസ്ഥാനും ചൂട്ടുപിടിച്ചിട്ടുണ്ട്, വേദിയായിട്ടുണ്ട് എന്നത് വിസ്മരിക്കുന്നില്ല. അന്ന് നടത്തിയ ഷട്ടിൽ ഡിപ്ലോമസിക്ക് ഹെൻറി കിസിഞ്ചർ നടത്തിയ ഷട്ടിൽ ഡിപ്ലോമസി ആത്യന്തിക ഫലം കണ്ടു. അമേരിക്കയും ചൈനയും തമ്മിലുണ്ടായിരുന്ന റൈവൽറി മാറി, അവർ തമ്മിൽ സാമാന്യം നല്ല ടേംസിലായി മാറി. റഷ്യ മറുപക്ഷത്ത് നിന്നുകൊണ്ട് ചൈന അമേരിക്കയും തമ്മിൽ ആക്സസ് ഒന്നും ഉണ്ടാക്കിയില്ല എങ്കിൽ പോലും ആ ശീതയുദ്ധകാലത്തെ ഒരു നിർണായക നീക്കമായിരുന്നു. സമാനമായ രീതിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരം ഷട്ടിലടിക്കുകയാണ്. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഷട്ടിലാണ്. അതുപോലെ പാകിസ്ഥാൻ്റെ മിലിറ്ററി ജനറൽ അസിം മുനീർ ഷട്ടിലടിക്കുകയാണ്. അതിനേക്കാൾ കൂടുതൽ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തുർക്കി സന്ദർശിച്ചു, അതുപോലെ ഈജിപ്ത് സന്ദർശിച്ചു, സൗദി അറേബ്യ സന്ദർശിച്ചു, ഇറാൻ സന്ദർശിക്കുന്നു. വിവിധ അറബി ഇസ്ലാമിക രാജ്യങ്ങളെ കൂടെ നിർത്തുന്നതിൻ്റെ ഭാഗമായി പാകിസ്ഥാനും അതിന് നേട്ടമുണ്ടെന്ന് കൂട്ടിക്കോളൂ. അതായത് ഒരു ഇസ്ലാമിക ലോകത്തെ ഒരു വലിയ അംഗീകൃത നെഗോഷിയേറ്ററായി ഉയർന്നു നിൽക്കുകയാണ് ഇവിടെ സേഫ്. പാകിസ്ഥാൻ അറബ് രാജ്യമല്ല, ഇറാൻ അനുകൂല രാജ്യമോ എതിർ രാജ്യമോ അല്ല. അപ്പോൾ അതുകൊണ്ട് അറബി ഇസ്ലാമിക മേഖലയിൽ ഒരു മേൽക്കൈ നേടാനും അറബി രാജ്യങ്ങളുടെ കണ്ണിലുണ്ണിയായി മാറാനും അല്ലെങ്കിൽ തർക്കപരിഹാരത്തിന് തങ്ങളാണ് സ്വിറ്റ്സർലൻഡിനെ പോലെ നല്ലൊരു വേദിയാണ് എന്ന് തെളിയിക്കാനും തങ്ങളുടെ തന്നെ പല പാപക്കറകളും മാറ്റാനും ഒക്കെ തന്നെ നല്ലതാണ്. പക്ഷേ ഇപ്പോഴത്തെ ചോദ്യം, അബ്ബാസ് അറാഖ്ചി തിരിച്ചെത്തി സ്റ്റീവ് വിറ്റ്കോഫുമായിട്ടും ജാരഡ് കുഷ്ണറുമായിട്ടും വേണ്ടി വന്നാൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വാൻസുമായും ഇസ്ലാമാബാദിൽ വെച്ച് 2ാം റൗണ്ട് ചർച്ച തുടങ്ങുമോ? എൻ്റെ നിഗമനം മാത്രം പറഞ്ഞുകൊള്ളട്ടെ, തുടങ്ങിയേക്കാം. പക്ഷെ അത് നേരിട്ടാവില്ല. ഒരു പക്ഷേ സറോഗേറ്റ് മെത്തേഡാണ്. ഇറാൻ ഇപ്പോൾ പറയുന്നത് സറോഗേറ്റ് മെത്തേഡാണ്. സറോഗേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ ഏജൻറ്റിനോട് പറയുക, അവരുടെ അമേരിക്കയോട് പറയുക. സ്വീകരിക്കാവുന്ന നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോവുക. അതുകൊണ്ട് ഒരു നിമിഷമൊന്നും നാടകീയമായി അവസാനിക്കുന്ന ഒരു ചർച്ചയായിരിക്കില്ല. വീണ്ടും 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 പല റൗണ്ടുകളിൽ പല വിഷയങ്ങൾ ആവർത്തിച്ച് വരികയും ഏകദേശ ധാരണ മൾട്ടിപ്പിൾ ഇഷ്യൂസിൽ ഏകദേശ ധാരണ ഉണ്ടാവുകയും ഒട്ടും യോജിക്കാനാവാത്ത കാര്യങ്ങളിൽ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ചെറിയ ധാരണയിലെത്താനാവും ആദ്യ ശ്രമം. പക്ഷേ എന്ത് ശ്രമം ഉണ്ടെങ്കിലും ശരി, ഇറാനെതിരെയുള്ള ഉപരോധം പിൻവലിക്കുക എന്ന ഒരു സിമ്പിൾ അജണ്ടയിൽ നിന്നുകൊണ്ടല്ലാതെ ചർച്ചകൾ റീഓപ്പൺ ചെയ്യും എന്ന പ്രതീക്ഷയുമില്ല. അത് തന്നെയാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അമേരിക്ക അംഗീകരിക്കുമെങ്കിൽ മറ്റെല്ലാം വളരെ ലളിതമായി മുന്നോട്ട് പോകും. ഒരു ബ്രീതിങ് സ്പേസ് വേണമല്ലോ. ചർച്ച എന്ന് പറഞ്ഞാൽ യുദ്ധസമാനമായ സാഹചര്യം വിരട്ടിക്കൊണ്ട്, സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട്, ഗൺ പോയിന്റ് നിർത്തിക്കൊണ്ട്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ചർച്ച ആത്മാർത്ഥമായി നടക്കുക? അത് ഇറാൻ പറയുന്നതിന് ന്യായമുണ്ട്. അതേസമയം ഇറാനെ പരമാവധി സമ്മർദ്ദപ്പെടുത്തിയാൽ മാത്രമേ നെഗോഷിയേറ്റിംഗ് ടേബിളിൽ എത്തിക്കാനാവൂ എന്ന് അമേരിക്കയുടെ വിശ്വാസമാണ്. ഈ 2 വിശ്വാസങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരാത്രത്തോളം കാലം മീനിങ് ഒരു ചർച്ച നടക്കില്ല. അത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. ചർച്ചയിലൂടെ വിഷയം പരിഹരിക്കപ്പെടും. കൂടുതൽ വഷളാകാതിരിക്കട്ടെ. ഈ ലോകം ഒരു വൻ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി, ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നീങ്ങാതെ ഇരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാം.